ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എക്കാലത്തെയും ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഇൻ മലയാളം സിനിമ എടുക്കുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ എടുത്തു പറയുമ്പോൾ പല സിനിമകളും കാണും. പക്ഷേ അതിൽ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ആ 2013 ആദ്യം ദൃശ്യം ഇറങ്ങിയ സമയത്ത് മലയാള ഇൻഡസ്ട്രിക്ക് ഉണ്ടായ ഒരു പുത്തൻ ഉണർവുണ്ട്. അതുവരെ കാണാത്തൊരു ഉണർവ് അതുണ്ടായത് 2013 അതിനുശേഷം നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം 2021 ദൃശ്യം 2 റിലീസ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്ന് ഡയറക്റ്റ് OTT-യിലാണ് ചെയ്തത്. പക്ഷേ എന്നിരുന്നാൽ ആ സിനിമയുടെ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സ് പറയുന്നത് മലയാളികളെ ഞെട്ടിച്ചെന്ന് പറയാൻ പറ്റില്ല. മലയാളി ഒന്നടങ്കം ശരിക്കും എന്താ പറയുക, ഷോക്കായിപ്പോയി എന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ മലയാളികൾ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഈ സിനിമ കണ്ട ഓരോരുത്തരും ഷോക്കായി. കാരണം നമ്മളുടെ ഈ മലയാളത്തിൽ ഇറങ്ങിയിട്ട് ദൃശ്യത്തിന് കോപ്പി ചെയ്തിട്ട് ഫസ്റ്റിന് കോപ്പി ചെയ്തിട്ട് കന്നഡ, തമിഴ് ഈ പറയുന്ന എല്ലാ ലാംഗ്വേജിലും വന്നിട്ടുണ്ട്. ഈവൻ കൊറിയയിൽ പോയും ഈ സിനിമ എന്താ പറയുക റീമേക്ക് ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഹോളിവുഡിൽ പോലും ഈവൻ സിനിമ ചെയ്യുന്നുണ്ട്, ചെറിയ റൂമേഴ്സ് എല്ലാം കേട്ടായിരുന്നു. അതൊക്കെ നമ്മുടെ മലയാള സിനിമ ഏറ്റവും വലിയ അംഗീകാരമാണ്. നമുക്ക് അംഗീകാരമായിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഈ ബ്രഹ്മയോഗം ലണ്ടൻ സ്കൂളിൽ അവരുടെ എന്താ പറയുക ഒരു സ്കൂൾ ഓഫ് ആർട്ടിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കുന്നു പറഞ്ഞു. അതും ഒരു മലയാളത്തിന് ഒരു വലിയൊരു വിജയമാണ്. അത് നമ്മുടെ മലയാള സിനിമ ഉയർച്ചയെ കാണുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ മലയാള സിനിമയുടെ ഏതൊക്കെ ഭാഷയിലേക്ക് ഇത് റീമേക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഈ ദൃശ്യം ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ദൃശ്യം 2 അതുപോലെ നമ്മുടെ മലയാള സിനിമ ഇറക്കി. അതിനുശേഷം അതും അതുപോലെ ഹിന്ദിയിലാണ് അവർ, പിന്നെ ഹിന്ദിയിൽ അവർ ഈ ഇൻഡസ്ട്രി ഇതുപോലെ റീമേക്ക് ചെയ്തു. അതും നമ്മളെ കണ്ട് കോപ്പി അടിച്ചു എടുത്തു. പക്ഷേ ഈ അതിനുശേഷം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ദൃശ്യം 3 ഹിന്ദിയിൽ വരുന്നുണ്ടോ എന്ന് ഓൾറെഡി അവർ അനൗൺസ് ചെയ്തു. ഓക്കെ, അപ്പോഴും നമ്മുടെ മലയാള സിനിമയിൽ ശരിക്കും എന്താ പറയാം, ദൃശ്യം 3 നമ്മുടെ മലയാളത്തിൽ എപ്പോഴും വരിക. കാരണം ഹിന്ദിയൊന്നും അല്ല നമ്മുടെ കാര്യം. ഹിന്ദിയൊക്കെ നമ്മളെ കണ്ട് കോപ്പി എടുക്കുന്ന സാധനങ്ങളല്ലേ. നമ്മുടെ ഫ്രഷ്നെസ് വരെ നമ്മുടെ മലയാളത്തിൽ എപ്പോഴും വരും. അത് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഒരിക്കലും എന്താ നമ്മൾ ഈ 2013 ഇറങ്ങിയ സിനിമ ആദ്യത്തേത്, പിന്നെ 8 വർഷം എടുത്തു, 2021 എടുത്തു രണ്ടാം പാർട്ട് വരാനായിട്ട്. കാരണം അത്രമാത്രം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക കാത്തിരിപ്പ് വളരെ വലുതായിരുന്നു. പക്ഷേ ഇപ്പോൾ 2025 നമ്മുടെ മൂവിയിൽ വീണ്ടും, നമ്മുടെ മലയാളം മൂവിയിലേക്ക് വീണ്ടും ദൃശ്യം 3യുടെ എന്താ പറയുക അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. കാരണം ഇന്ന് ഉച്ചയോടുകൂടിയാണ് നമ്മുടെ മോഹൻലാലും ആന്റണി പെരുമ്പാവൂറും പിന്നെ ജിത്തു ജോസഫും കൂടി ചേർന്നൊരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ നിന്നുകൊണ്ട് ഫുൾ കളർ ബ്ലാക്ക് എന്നിട്ട് അതിൽ നിന്ന് ആ ഒരു ഡ്രസ് കോഡിൽ നിന്നുകൊണ്ട് അവർ ആ സിനിമ കൈകോർത്തുകൊണ്ട് അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ദൃശ്യം 3 ഉടൻ വരുന്നു പറഞ്ഞിട്ട്. അത് ഈ ചിലപ്പോൾ ഈ പറയുന്ന ഈ സിനിമ പ്രേമികൾക്ക് എല്ലാവർക്കും തന്നെ എന്താ പറയുക അതിശയിച്ചിട്ടുണ്ടാവും. കാരണം ഇതിങ്ങനെ റൂമേഴ്സ് ഉണ്ട്. ചില സമയങ്ങളിലൊക്കെ ജിത്തു ജോസഫിൻ്റെ ഒക്കെ ഇന്റർവ്യൂ കാണാൻ ജിത്തു ജോസഫ് പറയണ്ടായി, എന്താ പറയുക ഈ സിനിമയെ കുറിച്ച് എനിക്ക് ദൃശ്യം 3യുടെ ക്ലൈമാക്സ് ഉണ്ട്, പക്ഷെ അതെങ്ങനെ ചെയ്തെടുക്കും എന്ന രീതിയിലുള്ള അദ്ദേഹം പലരുടെയും കമൻറ്റ് ഞാൻ ചെയ്യുന്നത് കണ്ടായിരുന്നു. അദ്ദേഹത്തിന് ക്ലൈമാക്സ് ഉണ്ട് അദ്ദേഹത്തിന്, പക്ഷെ അതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ചെറിയ ക്ലാരിഫിക്കേഷൻസ് അങ്ങനെയൊന്നും ഇല്ലെന്ന് അദ്ദേഹം അപ്പോഴും പറയണ്ടായി. പക്ഷേ പെട്ടെന്ന് ഒരു സർപ്രൈസിങ് ആണ് ശരിക്കും. അത് ഒരു വലിയൊരു സർപ്രൈസിങ് ആണ് മലയാള സിനിമയ്ക്ക് തന്നെ. ഞാൻ വിചാരിക്കുന്നത് മലയാള സിനിമ എന്ന് പറയുന്നില്ല, ചിലപ്പോൾ ഈ സിനിമ ദൃശ്യം കണ്ട ഓരോരുത്തരും, ചിലപ്പോൾ അവർ ഇന്ത്യൻ ആവാം, അതർ കൺട്രി ആവാം, ഏത് കൺട്രി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവർക്കെല്ലാം സർപ്രൈസിങ് തന്നെ. കാരണം ഇത്രയും നല്ലൊരു റൈറ്റേഴ്സ് ഇത്രയും നല്ലൊരു ഫിലിം മേക്കിംഗ് ചെയ്തിട്ട് എന്താ പറയുക ആ ഒരു ഔട്ട്പുട്ട് ഈ ലോകത്തിന് മുന്നിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതാണ് കണ്ടു നോക്ക്, ഞങ്ങൾക്കും ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ക്രൈം മൂവി, ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും എന്ന് പറയിപ്പിച്ചു. നാട്ടുകാരെ കൊണ്ട് പറയല്ലേ, ഏതൊരു പോസിറ്റീവ് എടുക്കണം. നമ്മളെ നാട്ടുകാരെ കൊണ്ടല്ലേ ഈ ലോകത്തെ കൂടെ പറയിപ്പിച്ചു ഞങ്ങൾക്കും നിങ്ങളെക്കാളും ബെറ്റർ ചെയ്യാൻ പറ്റൂടെ. അതാണ് അതിൽ നമ്മുടെ മോഹൻലാൽ എന്ന വ്യക്തിയുടെ അഭിനയം, നോ വേർഡ്സ്. ആ സെക്കൻഡ് പാർട്ടിലെ അവസാനത്തെ ക്ലൈമാക്സ്, ആ സിനിമ കണ്ടപ്പോൾ ഒന്നടങ്കം നെട്ടിയവരാണ് മലയാളികൾ എന്നല്ല, ആ സിനിമയുടെ ഓരോരുത്തരും. മലയാളം, തമിഴ്, തെലുങ്കിന് ആരോ ആയിക്കോട്ടെ, ആര് കണ്ടാലും അതൊന്നും ഒരു വിഷയമില്ല. കാരണം ആ സിനിമ കണ്ടവരൊക്കെ നെറ്റിയിട്ടുണ്ടാവും അവസാനത്തെ ക്ലൈമാക്സ്. പിന്നെ ഈ ഇടയ്ക്ക് തന്നെ എനിക്കൊരു ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഈ തമിഴിൽ ഒരു ആക്ടർ ഉണ്ട്, മണികണ്ഠനോ അങ്ങനത്തെ ഒരു വ്യക്തി, അയാൾ പറയുന്നുണ്ടായി, ഞാൻ കണ്ടുണ്ട് ഏതൊരു അയാളുടെ ചിറ്റാറ്റ് ഷോയോ അങ്ങനെ നടക്കുന്ന സമയത്തിൽ പറയണ്ടായി, ദൃശ്യം ഫസ്റ്റ് നമ്മുടെ മലയാളത്തെക്കാളും ഏറ്റവും ബെസ്റ്റായിരുന്നു തമിഴെന്ന് അദ്ദേഹം പറയണ്ടായി. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് കമന്റ് അടിക്കാൻ തോന്നിയെന്ന് അറിയും, നമ്മളെന്താ ചെയ്യുക അവരോട്. കാരണം മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സെൻസിറ്റീവ്സ് ആയിട്ടുള്ള ഏത് എക്സ്പ്രഷൻസും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ
പെട്ടെന്ന് ഈ ഗ്രാസ്പ് ചെയ്യാനും ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു തിങ്കിങ്, ഇന്റർനാഷണൽ ലെവലിലുള്ള മൂവീസ് കണ്ട് മലയാളികൾക്ക് ഏത് ലെവലിലുള്ള ചെറിയ സ്പാർക്ക് പോലും അവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മലയാളിയുടെ ഓഡിയൻസിന്റെ ആ ഒരു എന്താണ് ആ ടേസ്റ്റ് അനുസരിച്ചിട്ടും അവർക്ക് ഒരു ലെവലിൽ ചെറിയൊരു ലെവലിൽ കൊടുത്താൽ പോലും അതിന്റെ ഹൈപ്പ് വളരെ കൂടുതൽ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, അത്രയും ലെവലിൽ നമ്മുടെ മോഹൻലാൽ എന്ന വ്യക്തി, അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ വ്യക്തി വളരെ അടിപൊളിയായിട്ട് അഭിനയിച്ചൊരു സിനിമയാണത് അല്ലേ. അതിനെ കമ്പയർ ചെയ്ത് അദ്ദേഹം പറയണ്ടേ, ഈ മലയാളത്തിൽ അഭിനയിച്ചിരിക്കുക, മലയാളത്തേക്കാൾ ഏറ്റവും സൂപ്പറായിരുന്നു തമിഴ് എന്ന് പറയുന്നത് കമലഹാസൻ അഭിനയിച്ചു. ഈ തമിഴിൽ പറയുമ്പോൾ തമിഴിൽ നിന്നൊരു സിനിമാക്കാരെ മോശമായി കാണിക്കണമെന്നില്ല, അവർക്ക് പറയുമ്പോൾ ലൗഡായിട്ടുള്ള ആക്ടിങ് കിട്ടിയാൽ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അത് ആ ഒരു ഫീലിംഗ് അവർക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ വളരെ മൈൽഡായിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇട്ടാൽ പോലും, ഭാവത്തിൽ നിന്ന് മാറ്റം ഇട്ടാൽ പോലും അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ അത് മലയാളത്തിലേക്കാളും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ശ്രീ മോഹൻലാലുമായിനെ കമ്പയർ ചെയ്യുമ്പോൾ അതൊരിക്കലും പറ്റില്ല. മോഹൻലാലിനെ കമ്പയർ ചെയ്ത് മറ്റു ആരിനെ കമ്പയർ ചെയ്യുകയാണെങ്കിലും മറ്റു മലയാളത്തിൽ വരുമ്പോൾ മമ്മൂട്ടി മോഹൻലാലിനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടേഴ്സും എൻ്റെ അറിവിൽ ഇന്ത്യൻ സിനിമയിലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർ ചെയ്തിട്ടുള്ള റോളുകളെല്ലാം അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറൊരു ആക്ടർ വന്നാലും അവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, എൻ്റെ അറിയില്ല കേട്ടോ. കാരണം ഈ മലയാളത്തിൽ എക്കാലത്തെയും സൂപ്പർ ഒരു സ്റ്റാർഡമായിട്ടുള്ള ഒരു ബേസിലാണ് പറയുന്നത്. കാരണം മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത് ആ ഒരു നാണയത്തിന് രണ്ട് വശമാണ്. അവരെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ആളും എൻ്റെ ഒരു സിനിമ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇല്ല. അത് എത്ര തന്നെ ആരെ കൊണ്ട് വെച്ചാലും ശരി, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നാലും നമുക്ക് വന്ന പോയിന്റ് എന്ന് പറയുന്നത് ദൃശ്യം 3യുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ആണ്. അത് നമ്മൾ എന്തായാലും ഈ സിനിമയുടെ ഇനി വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റ് എന്താണ്, എങ്ങനെയാണ് സിനിമ എപ്പോഴാണ് തുടങ്ങിയിട്ട് എപ്പോഴാണ് റിലീസ്, ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ, ടീസർ, ട്രെയിലർ, പിന്നെ ഓഡിയോ ലോഞ്ച്, അങ്ങനെ വരുന്ന എല്ലാതും വെയിറ്റിംഗ് ആണ്. കാരണം അത്രമാത്രം എക്സൈറ്റ്മെന്റ് ഈ സിനിമയെ കുറിച്ചുണ്ട്. കാരണം മോഹൻലാൽ എന്ന നടൻ, ഇല്ലെങ്കിൽ മോഹൻലാൽ എന്ന ആ നടനെ ഒരു വിസ്മയം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേകതരം, അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കുറേ പ്രത്യേകതകളുണ്ട് ഓരോ സിനിമയ്ക്കും. അത് ഇതിൽ ഈ പറയുന്ന ദൃശ്യത്തിൽ കണ്ട് വന്ന് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന എല്ലാ സിനിമകളിലും നമുക്ക് കാണുന്നുണ്ട് എന്നൊക്കെ അത് നിങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ ദൃശ്യം 1 and 2 എന്ന് പറയുന്നത് നോ വേർഡ്സ്. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ്. കാരണം അദ്ദേഹത്തിന്റെ ഓരോ നോട്ടം അതൊക്കെ മലയാളികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊന്നും ഒരു അതർ ആക്ടേഴ്സോ അല്ലെങ്കിൽ അതർ ഇൻഡസ്ട്രിക്കാർക്ക് പെട്ടെന്ന് ദഹിക്കൂല. കാരണം നമ്മളുടെ സെൻസിറ്റീവ് മൈൻഡ്സ് അല്ല അവരുടെ മൈൻഡ്. അവർക്ക് ചിലപ്പോൾ ഒരു പുഷ്പയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഹിറ്റ് എന്ന് പറയും. പക്ഷെ നമ്മളിവിടെ പുഷ്പയൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞു, ചവറപ്പടം എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ടേസ്റ്റ് വേറെയാണ്. ബിക്കോസ് വി ആർ സോ മച്ച് ലിറ്ററേറ്റഡ് പീപ്പിൾ, റൈറ്റ്? 100% എന്ന് പറയുന്നത് ചുമ്മാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടി മാത്രമല്ല, ഞങ്ങളുടെ ടേസ്റ്റിലും അത് ഞങ്ങൾ നിലനിർത്തുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്ത വ്യക്തികളാണ് മലയാള സിനിമകൾ. കാരണം ഈ ഇടയ്ക്ക് ഈ സൈഫ് അലിക്കാലും പറയണ്ടായി, മലയാളികളെ അംഗീകരിച്ച് ലോകത്തിൽ എല്ലാവരും നമ്മൾ അംഗീകരിക്കുന്നു. കാരണം അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. കാരണം മലയാളം അങ്ങനെ അംഗീകരിക്കുന്ന അങ്ങനെ ഒരു പെട്ടെന്നല്ല. പറഞ്ഞു തന്നെ ഇത്രയും സിനിമകൾ ദൃശ്യത്തിന്റെ അപ്ഡേറ്റും ഒരു രക്ഷയില്ലാത്ത അപ്ഡേറ്റാണ്. കാരണം ഈ സിനിമയുടെ ഓരോ മൂമെന്റ്സും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അറിയും. അതൊക്കെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സിനിമയിൽ അനൗൺസ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം എനിക്കുള്ളതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ സിനിമയുടെ ഓരോ അപ്ഡേറ്റിനെ കാത്തിരിക്കാം. എന്നിലൂടെ ആണെങ്കിലും മറ്റാര് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കത് കിട്ടും. നിങ്ങളെല്ലാം ആസ്വദിക്കൂ. കാരണം ഈ ഒരു സിനിമ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എവർ ടൈം ആകാൻ നമ്മൾക്കെല്ലാവർക്കും എന്താ പറയുക കാത്തിരിക്കാം. കാരണം ഫസ്റ്റിനേക്കാൾ സെക്കൻഡ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചിരുന്നു. എന്താ ചെയ്യുക സെക്കൻഡ് ദൃശ്യം 2 എന്ന് ചോദിച്ചു. ആ ദൃശ്യം 2 എന്താ ചെയ്യുന്നത് അവസാനത്തെ ക്ലൈമാക്സ് കണ്ടാൽ അത് കഴിഞ്ഞു. ഇനി ദൃശ്യം 3 എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ ചോദിച്ച് അദ്ദേഹത്തിന് എന്താ പറയുക ഈ വെറുപ്പേറ്റി കഴിഞ്ഞാൽ അദ്ദേഹം ചില കോംപ്ലിക്കേറ്റഡ് സംതിങ് കയറ്റിയിട്ട് നമ്മളെ തന്നെ കൊണ്ട് എന്താ പറയുക ഒരുമാതിരിപ്പെട്ട ലോകത്തിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം ദൃശ്യം 2 എനിക്ക് ആ ഒരു ഫീൽ പറഞ്ഞാൽ ആ ഒരു ക്ലൈമാക്സ് ഒരിക്കലും നമുക്കത് എന്താ പറയുക ഒരിക്കലും ആർക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിരുന്നു ആ ക്ലൈമാക്സ്. അത്രമാത്രം ബ്രില്യൻസ് ക്ലൈമാക്സ് ആയിരുന്നു. അതിനേക്കാളും വലിയ നന്നായിരിക്കും. ചിലപ്പോൾ തമാശയ്ക്ക് പറയടേ ചത്തുപോയ വരുണിന്റെ ആത്മാവിനെയും വെറുതെ വിടറേ എന്ന് പറയുന്ന രീതിയിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തും. കാരണം അത്രമാത്രം എന്താ പറയുക ബ്രില്യൻ്റ് ആയിട്ട് റൈറ്ററും ഡയറക്ടറും ഒക്കെയാണ് നമ്മുടെ ജിത്തു ജോസഫ്. അപ്പം എന്തായാലും ഈ സിനിമ 1 ഹിറ്റാവും. കാരണം അത് അതിൻ്റെ ഒരു ഓറോ അങ്ങനെയാണ്, അതിൻ്റെ ഒരു ടീം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കായി ഇനിയും കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ് അറിയാൻ. അപ്പോൾ എന്തായാലും ഇനി അപ്ഡേറ്റ് വരുന്നവരെ കാത്തിരിക്കാം. ഓക്കെ, ബൈ, സീ യു ഗൈസ്.